ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ഏപ്രിൽ 1 മുതൽ 2027 മാർച്ച് 31 വരെയുള്ള 365 ദിവസം കൊണ്ട് വിശുദ്ധ ബൈബിൾ പൂർണ്ണമായി വായിച്ചു തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ വചന വായന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 1 ബുധൻ. ഇന്നത്തെ വായനാഭാഗം ഉൽപ്പത്തി 1, 2, 3 അധ്യായങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം ഈ സംക്ഷിപ്ത രൂപം കേൾക്കുക. 3 വിധത്തിലാവും ഇതിൻ്റെ സംക്ഷിപ്ത രൂപം നൽകുക. 1 അതാത് അധ്യായങ്ങളിലെ യഥാർത്ഥ സംഭവങ്ങൾ, 2 അതിലെ ആത്മീക സന്ദേശം, 3 അനുദിന ജീവിത പ്രബോധനം. ഉൽപ്പത്തി 1 അധ്യായത്തിൽ ദൈവം സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവായി പ്രത്യക്ഷപ്പെടുന്നു. 6 ദിവസങ്ങളിൽ ദൈവം ആകാശവും ഭൂമിയും വെളിച്ചവും സസ്യങ്ങളും സൂര്യനും ചന്ദ്രനും ജീവജാലങ്ങളും സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവരൂപത്തിൽ സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ഉൽപ്പത്തി 2 മനുഷ്യൻ്റെ സൃഷ്ടിയുടെ വിശദീകരണം കാണുന്നു. ദൈവം ആദാമിനെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയിരുന്നു. ഏദൻ തോട്ടത്തിൽ അവനെ സ്ഥാപിച്ചു. അവന് കൂട്ടായി ഹവ്വായെ സൃഷ്ടിച്ചു. അവർ ദൈവസാന്നിധ്യത്തിൽ കളങ്കമില്ലാത്തവരായി ജീവിച്ചു. ഉൽപ്പത്തി 3 മനുഷ്യൻ്റെ വീഴ്ച വിവരിക്കുന്നു. സർപ്പം ഹവ്വായെ പ്രലോഭിപ്പിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് അവർ വിലക്കപ്പെട്ട ഫലം തിന്നു. പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു. ലജ്ജയും ഭയവും ദൈവത്തിൽ നിന്നുള്ള വേർപാടും ഉണ്ടായി. എന്നാൽ ദൈവം രക്ഷയുടെ വാഗ്ദാനവും നൽകി. ഈ അധ്യായങ്ങളിലെ ആത്മീയ അർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ അധ്യായങ്ങൾ ദൈവത്തെ സൃഷ്ടാവായി, സംരക്ഷകനായി, ന്യായാധിപനായി കാണിക്കുന്നു. ഉൽപ്പത്തി 1 നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ വിലപ്പെട്ടവരാണ്. മുൻ നിർണയപ്രകാരമുള്ളവരാണ്. നാം ദൈവിക രൂപകൽപ്പനയാണ്. ഉൽപ്പത്തി 2 മനുഷ്യൻ ദൈവത്തോടും മറ്റുള്ളവരോടും ബന്ധത്തിനായി സൃഷ്ടിക്കപ്പെട്ടവൻ. വിവാഹവും തൊഴിലും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ്. ഉൽപ്പത്തി 3 പാപത്തിൻ്റെ യാഥാർത്ഥ്യം കാണിക്കുന്നു. അനുസരണക്കേട് നാശം വരുത്തുന്നു. എങ്കിലും ദൈവകൃപ നിലനിൽക്കുന്നു. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ വൃഥാവാകുന്നു എന്നും ദൈവത്തിന് മാത്രമേ നിത്യമായ രക്ഷ നൽകുവാൻ കഴിയൂ എന്നും അതും ദൈവത്തിൻ്റെ ദാനമാണെന്നും മനുഷ്യനെ മനസ്സിലാക്കിക്കുന്നു. ഉൽപ്പത്തി 3:15 വാഗ്ദാനം പാപത്തെയും പിശാചിനെയും തോൽപ്പിച്ചവനായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ഈ 3 അധ്യായങ്ങളിൽ കൂടെയും ദൈവം നമ്മെ ആത്മീയമായി പഠിപ്പിക്കുന്നത് ദൈവം അനുസരണം ആഗ്രഹിക്കുന്നു. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും വേർപെടുത്തുന്നു. എന്നാൽ ദൈവം യഥാസ്ഥാപനം ആഗ്രഹിക്കുന്നു. വീഴ്ചയ്ക്ക് ശേഷം പോലും പ്രത്യാശയുണ്ട് എന്ന് പ്രബോധിപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ സ്വത്വവും ലക്ഷ്യവും പലപ്പോഴും ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഉൽപ്പത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ ദൈവ സൃഷ്ടിയാണ്. നാം ഈ ലോകത്തിൽ ആകസ്മികമായി വന്നവരല്ല. പ്രത്യേകമായ ഉദ്ദേശത്തോടെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവർ. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കുന്നതിന് മുന്നമേ തന്നെ അവന് വേണ്ടുന്നതെല്ലാം മുന്നൊരുക്കിയിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. കുടുംബവും വിവാഹവും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അതിനാൽ തന്നെ അത് പരിപാവനവുമാണ്. പാപം ഇപ്പോഴും മനുഷ്യരാശിയെ ബാധിക്കുന്നു. അഹങ്കാരം, അനുസരണക്കേട്, പ്രലോഭനം എന്നിവ തുടർച്ചയായ പോരാട്ടങ്ങളാണ്. മനുഷ്യൻ തൻ്റെ തെറ്റ് മറ്റുള്ളവരിൽ ചുമത്താനുള്ള പ്രവണത കാണിക്കുന്നു. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. എങ്കിലും ദൈവം ഇന്നും നമ്മെ അന്വേഷിക്കുന്നു. നമ്മുടെ ലജ്ജ മറയ്ക്കുന്നു. രക്ഷയുടെ വഴി ഒരുക്കുന്നു. ഈ ഭാഗം മുഴുവൻ ബൈബിളിൻ്റെ അടിസ്ഥാനമാണ്. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയുടെ കഥയുടെ തുടക്കം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.